സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാന് നൽകരുതെന്ന് അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി ഇറാൻ ഉപയോഗപ്പെടുത്തുന്നതും അത് കൃത്യമായിരിക്കുന്ന ഫലം കാണുകയും ചെയ്യുന്നത്. അത് ചൈനയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയോട് അമേരിക്ക ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സാറ്റലൈറ്റിനെ കുറിച്ചിട്ട് ചൈനയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അതവർ പറയുന്നത് ഇങ്ങനെയാണ്: 2024 കരാർ വ്യവസ്ഥ പ്രകാരം സാറ്റലൈറ്റ് ഇറാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട് ചൈനയുടെ കൈവശത്തിൽ നിന്ന്. അതിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുക, അതിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിൽപ്പന നടത്തപ്പെട്ട ഒരു വസ്തുവിൽ തങ്ങൾക്ക് അവകാശമില്ലെന്നും ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം തേടാൻ വേണ്ടി അല്ലെങ്കിൽ സഹായം കിട്ടാൻ വേണ്ടി തങ്ങളെ സമീപിക്കേണ്ടതില്ല എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന അമേരിക്കക്ക് നൽകിയിരിക്കുന്ന മറുപടി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സൈനികപരമായിരിക്കുന്ന ബലശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയ രാജ്യങ്ങളൊന്ന് ചൈനയാണ്. സോവിയറ്റ് യൂണിയൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും സോവിയറ്റ് യൂണിയൻ 80 കാലഘട്ടത്തിൽ എത്തിയതോട് കൂടിയിട്ട് അത് തകർന്നു പോയി. 15ഓളം രാജ്യങ്ങളായിട്ട് ചിതറപ്പെട്ടു പോയും വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും അതിന് ഇല്ലാതാവുകയും ചെയ്തു. പിന്നീട് റഷ്യയായിട്ട് അത് ചുരുങ്ങി പോവുകയാണ് ചെയ്തത്. റഷ്യയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. അത് മറ്റൊരു വിഷയം. പക്ഷേ അതിൻ്റെ ബലക്ഷയം വന്നതോട് കൂടിയിട്ട് പിന്നീട് സർവാധിപത്യത്തിലേക്ക് അമേരിക്ക തന്നെ ഈ നിലയുറപ്പിച്ചു എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമാണ്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷിയോടൊപ്പം അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സഖ്യകക്ഷിയോടൊപ്പം ചേർന്ന് നിന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചൈന എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റേതായിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഒന്നും യഥാർത്ഥത്തിൽ ചൈനക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ചൈനയെയും പരിഗണിച്ചു എന്നുള്ളത് എല്ലാ കാലത്തും അവർക്ക് അഭിമാനം നൽകുന്ന വിഷയം തന്നെയാണ്. ഈ 5 സൈനിക ബലശക്തി ഉള്ളതിൽ 5ാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ചൈന ഉണ്ട്. മാത്രമല്ല UN സഭയിൽ നിർണായകമായിരിക്കുന്ന കക്ഷിയാണ്. അവിടെ സ്റ്റാറ്റസ് കോ പ്രകാരം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളും അവരുടെ നിലപാടുകളും നിർണായകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വലിയ ശക്തി നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും മാത്രവുമല്ല ലോക രാഷ്ട്രീയത്തിലും ലോക രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിലും ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു എന്നുള്ളതും വലിയ ഗുണപരമായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ നടക്കുന്നത് സർവാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാനസികപരമായിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതിനിടയിൽ ചൈന 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രയാസം അവർക്കുണ്ട്. മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ശക്തമായിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന എന്ന് പറയുന്നത്. ഇവിടെ റഷ്യയിലേക്ക് എത്തുന്ന സമയത്ത് അത് ജനാധിപത്യ ക്രിയയിൽ ഈ ട്വിൽസ് സംവിധാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് റഷ്യ എന്നൊന്നും പറയാനൊന്നും സാധിക്കില്ല. അപ്പോൾ ചൈന നോക്കുന്ന സമയത്ത് വെനിസുലയുമായി ബന്ധപ്പെട്ട കാര്യം, വെനിസുല കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഈ രാജ്യങ്ങളിലൊക്കെ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഈ രാജ്യങ്ങളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്ക. വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം 10-20 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട്. വലിയ സഹായങ്ങൾ ചൈന നൽകിയിട്ടുണ്ടെങ്കിലും ആ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം അമേരിക്ക കാണിച്ചതിലുള്ള നിരാശയും പ്രയാസവും ചൈനക്കുണ്ട്. പിന്നീടാണ് വെനിസുല പ്രശ്നം വന്നത്. വെനിസുലയിൽ ഷാവേസ് ഭരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് ക്യാൻസർ അണുക്കൾ കുത്തിവെച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്നൊരു പരാതി അന്ന് തന്നെ നിലനിന്നതാണ്. പിന്നീട് അതേക്കുറിച്ച് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. 2ാം ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് അതും ഏറെക്കുറെ ബാധിക്കപ്പെട്ടത് ചൈനയെ തന്നെയാണ്. ഇനി അത്തരം ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ പറയുന്ന കാര്യം ഇറാൻ്റെ വിഷയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത തങ്ങൾ ക്യൂബക്ക് നേരെ വാളോങ്ങും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്യൂബ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ വെനിസുലയാണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ക്യൂബയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വർഗാധിപത്യമായിരിക്കുന്ന അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യമായിരിക്കുന്ന അമേരിക്ക ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതിനുള്ള നിരാശയും പ്രയാസം യഥാർത്ഥത്തിൽ
ചൈനക്കുണ്ട്. അതിന് അവരെ, അതായത് ക്യൂബക്ക് നേരെ അവരൊരിക്കലും വരാതിരിക്കണമെങ്കിൽ ഇറാനിൽ നിന്ന് അവരെ തലക്ക് തന്നെ വെട്ടണം എന്നുള്ള നിലപാടുകാരാണ് ചൈന. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സഹായം നൽകുന്നത്. അമേരിക്ക ഏത് തരത്തിൽ പറഞ്ഞാലും ഏത് തരത്തിൽ നീങ്ങിയാലും യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പം ചൈന നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ അടുത്തത് ക്യൂബയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നൊരു മുന്നറിയിപ്പോ ഭീഷണിയോ നൽകിയതാണ്. രണ്ടാമത്തത് പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സ്വതന്ത്ര വിപണിയായിട്ടാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്, ചൈനക്ക് പെട്രോളിയം നൽകുന്നത്. ഇതുവരെ കൊടുത്തിരുന്നത് ക്യൂബയായിരുന്നു, ക്യൂബയിൽ വെനിസുലയായിരുന്നു. വെനിസുലയിൽ ഭരണം മാറിയതോടുകൂടി പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിലുള്ള പെട്രോളിയങ്ങളൊന്നും ഇപ്പം കിട്ടുന്നില്ല. അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവർക്കുണ്ട്. ഇപ്പോൾ അവിടെ ഭരണമാറ്റം വന്നു, പുതിയ ഭരണ സംവിധാനം വന്നതോടുകൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അവസ്ഥകൾക്ക് മാറ്റം വരുന്ന സമയത്ത് ഇറാനിൽ ഭരണകൂടം മാറുകയോ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാന കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാമത്തെ രാജ്യം ചൈനയായിരിക്കും. അതിൻ്റെ സർവ്വ മേഖലയിലും അത് സാരമായിട്ട് ബാധിക്കും. വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഉണ്ടാവും, മൂല്യ ഇടിവുണ്ടാവും, വ്യവസായ രംഗത്തൊക്കെ വലിയ പൊട്ടലുകളുണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിലവിലെ ഭരണ സംവിധാനം എങ്ങനെയാണോ തുടരുന്നത് ഇറാനിൽ, ആ ഭരണ സംവിധാനം അപ്പാടെ തന്നെ തുടരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമായി. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സഹായങ്ങളും അമേരിക്കയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാന് നൽകാൻ വേണ്ടി ചൈന തയ്യാറാണ്. ഇത് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. എന്നാൽ അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വല്ലാത്ത രീതിയിൽ വൈകാരികമായിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യുകയോ ചൈനയുടെ ഏതെങ്കിലും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധക്കപ്പലുകളെയോ മറ്റോ ആക്രമിക്കുകയോ ചെയ്താൽ യുദ്ധത്തിൻ്റെ രീതികൾക്ക് തന്നെ വലിയ മാറ്റം വരും. ഇറാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് പോലും ജയിക്കാൻ പറ്റാത്ത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ട് യുദ്ധം ചെയ്താലുണ്ടാകുന്ന ഭയാനകരമായിരിക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ സാമ്രാജ്യ കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ശക്തി വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, പിന്നെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസാരിക്കാനും പോലും പറ്റാത്ത വിധം നാണം കെട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടി നമുക്കിതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.